ഫിലോമിനയുടെ ആ ഒരു ചിരി ഞാൻ ചെയ്യാം. ആരുടെ തീ നിന്റെ ഒരു ചായ എനിക്ക് പരിചയം. മിക്കവാറും ഇത് കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ മാത്രം പല വാട്സാപ്പ് ഗ്രൂപ്പിലും വരും. तेरी आंखों की कसम में छुपाता मुसाफिर का दरिया. അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താ? ഈ സൗണ്ട് ആയിട്ട് ഫീമെയിൽ വോയിസ് സെറ്റ് ആവോ? ഈ വോയിസ് ആയിട്ട് ഞാൻ മിമിക്രിയുടെ ആരംഭ കാലഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് അന്ന് ഫിലോമിന ബിന്ദു പണിക്കരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യൂല ബിന്ദു പണിക്കർ. അല്ലല്ല, അങ്ങനെ അടിച്ചോണ്ട് പോകുന്നല്ലേ അതല്ല ഞാൻ പറഞ്ഞേ, എന്റെ സൗണ്ട് ആയിട്ട് പോലും എനിക്ക് സെറ്റ് ആവില്ല. അങ്ങനെ സെറ്റ് ആവില്ല. ഞാൻ പക്ഷെ വോയിസ് ഒത്തിരി പേര് ചെയ്യുന്ന ആൾക്കാർ കുറെ മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട് ഫീമെയിൽ വോയിസ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്ത സമയത്ത് വോയിസ് അത്രയും ബേസ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് തൊണ്ടയിൽ വരുമായിരുന്നു. ഇപ്പൊ ചെയ്യുന്ന അറിയില്ല. ഫിലോമിന ജസ്റ്റ് ഒരു ചിരിക്കാം. ഫിലോമിനയുടെ ആ ഒരു ചിരി ഞാൻ ചെയ്യാം. ആരുടെ തീ നിന്റെ ഒരു ചായ എനിക്ക് പരിചയം. അത് എടുക്കുമ്പോ തന്നെ ചിരി വരുവാണ്. അല്ല, ഇത് ആദ്യമേ അറിയതുപോലെ ഇനി പോകുന്നുള്ളത് അതുകൊണ്ട് ചെയ്തതാണ്. അല്ല, ഞാനേ ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രൂമിങ്ങിന് വന്നിട്ടുള്ള കുറെ ആളുകളുണ്ടാവും. അന്ന് എന്നോട് ഇത്രയൊക്കെ സൗണ്ട് അത് മര്യാദക്ക് ചെയ്ത് പറഞ്ഞിട്ട് മിക്കവാറും ഇത് കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ മാത്രം പല വാട്സാപ്പ് ഗ്രൂപ്പിലും വരും. അല്ല, കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ അടുത്ത ഗ്രൂപ്പിലല്ലോ ഇങ്ങനെയല്ലേ ചെയ്ത്. എന്നിട്ടാണ് അങ്ങനല്ലേ, ഞാൻ എന്തെങ്കിലും സംഭവം കണ്ടിട്ട് മറ്റേ ഇതായിരിക്കും സ്പോട്ടപ്പ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ നോക്കുക. സീരിയസ് ആയിട്ട് നോക്കിയിട്ട് എടാ ഇത് ഓക്കെ ആയിട്ടില്ലല്ലോ, ഇത് ഓക്കെ ആയിട്ടില്ലേ സാർ, ഈ വീഡിയോയിൽ ചെയ്തേക്കുന്ന അത്ര അയ്യോ ഇറ്റ സാധനമായിരിക്കും കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാലും നമ്മളത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു നൊസ്റ്റോ സാധനം എടുത്ത് പുറത്തിട്ടായിരുന്നു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഫുള്ള് പക്ഷെ ന്യൂജൻ ആൾക്കാരാണ് മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ അടുത്ത ഈ വരാനിരിക്കുന്ന സിനിമയിൽ വരെ ഇന്ന് അനുകരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയി അപ്ഡേറ്റഡ് ആയല്ലോ. പണ്ട് മിമിക്രി ചെയ്യുമ്പോ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടർ വന്ന് കുറെ പടം ചെയ്ത് അയാളുടെ ശബ്ദവും അയാളുടെ മാനർസും ഒക്കെ ആളുകളിലേക്ക് രജിസ്റ്റർ ആയതിനു ശേഷമാണ് വേദികളിൽ അനുകരിക്കപ്പെടുക. ഇത് ഒരു താരം വന്നു കഴിഞ്ഞാൽ ഉടനെ സ്ക്രീനിൽ മുഖം കാണിച്ചാൽ പിന്നെ അവന്റെ സൗണ്ട് നമ്മൾ അതാ ഞാൻ പറയാം, നമ്മൾ ഞെട്ടിപ്പോകുന്ന അങ്ങനെയാണ് ചില. പക്ഷെ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. പക്ഷെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങനെ രജിസ്റ്റർ ആയ ഒരു ന്യൂസിനാണ് DQ. അതെ അതെ, ആ സമയത്ത് ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇത് ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മീൻസ് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ദുൽഖറിന്റെ ഹിറ്റ് ആയതെന്ന് പറഞ്ഞാൽ ചാർലിയുടെ ആ ഒരു സംഭവമൊക്കെ വന്ന പിന്നെയാണ് നമ്മൾ പിന്നെ ആ ഒരു ഡയലോഗ് സ്പേസ് നമുക്ക് കിട്ടിയതെന്ന് പറയാനായിട്ട്. അതാണോ ചെയ്യുന്നേ? അതും ചെയ്യാറുണ്ട്, ഉസ്താദ് ഹോട്ടലും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഏതാ ചെയ്യാൻ പോകുന്നത്? ചാർലി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചാർലിയിൽ ഒരു ഹിന്ദി ഡയലോഗ് പറയാനാണ്. तेरी आंखों की कसम में छुपाता मुसाफिर का दरिया. അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താ? तेरी आंखों की कसम में छुपाता मुसाफिर का दरिया और दिल की कसम में वो दरिया करना. നിങ്ങൾ താമസിച്ചത് പറയല്ലേ? ഓക്കെ റെഡി. तेरी आंखों की कसम में छुपाता मुसाफिर का दरिया और दिल की कसम में वो दरिया करना. നിങ്ങൾ താമസിക്കുന്ന പറയല്ലേ പണ്ട് താമസിക്കുന്ന പാവം ജന. നിങ്ങൾ ബേജാറാവില്ലെന്ന് ടെസ്റ്ററിന്റെ പൂരം കണ്ടു ചോദിക്കും. കണ്ടല്ലേ വരാൻ പറയും. ആ കൂട്ടത്തിലിടെ ഞാനും ഉണ്ടാവും. അയ്യോ ചിരി നല്ല പക്ക സാധനം. അങ്ങനെയല്ലോ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ നമ്മളങ്ങനെ തുറന്നങ്ങനെ ചിരിക്കും. നമ്മള് മിമിക്രി ചെയ്യാനാണെങ്കിലും നമ്മളൊരു അടച്ച ചിരിയാണല്ലോ, ഒരു സാധനം നമ്മള് കൈ നിടുമല്ലോ. കൊള്ളാം കൊള്ളാം, ഞാൻ ഇത്ര സംഭവമാണെന്ന് പറഞ്ഞു. അല്ല, ഇതിനൊക്കെ എത്രയോ മേളിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഓരോരുത്തർ ചെയ്യുന്നതും മറ്റേ ഇതിനകത്ത് ഓരോ ജനൽവാതിലൂടെയും കാണുന്ന കാഴ്ചകൾ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്യുന്ന മോഡുലേഷൻ സൗണ്ട് ഓരോപോലെ ആയിരിക്കും. അപ്പൊ പിന്നെ നമ്മള് മിമിക്രിയുടെ കാര്യം വരുമ്പോ പിന്നെ എടുക്കുന്ന പൃഥ്വിരാജിന്റെ ചെയ്യും എന്ന് പറഞ്ഞു. പൃഥ്വിരാജിന്റെ ഒക്കെ പഴയ ടോണാണ്. മോഡുലേഷൻ ഒക്കെ മൊത്തം മാറി. ഞാൻ വേണമെങ്കിൽ വേറെ സാധനം ചെയ്യാം, പുള്ളിയുടെ ചേട്ടനെ ചെയ്യാം. ഇന്ദ്രജിത്തിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജ് പഠിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് ഫോണിലൊക്കെ വിളിച്ചിട്ട് റോങ് നമ്പർ ആന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നു. പിന്നെയൊക്കെ വിശ്വസിക്കായിരുന്നു. ഇപ്പൊ എല്ലാ മീഡിയയിലും എല്ലാ ചാനലിലും ഇപ്പൊ ഈ പരിപാടി ആയതുകൊണ്ട് ഇത് മറ്റേ അവിടെ നിന്ന് വിളിക്കുന്നല്ലേ ഇവിടെ വിളിക്കുന്നില്ല കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാന് കൂട്ടുകാരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കും. എന്നിട്ട് ഞാൻ പറയും, ഹലോ പൂർണിമയാണോ? ഞാനാണ്, ഇന്ദ്രനാണ്. അപ്പൊ അവിടെ നിന്ന് ആരാണ്? ഞാനാണ്, ഇന്ദ്രജിത്താണ്. പൂർണിമേ ഇതാരാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെയൊക്കെ പറ്റിക്ക് വരും. അങ്ങനെ ഇന്ദ്രിയത്തിന്റെ ശബ്ദം ചെയ്യാം. കുറെ നാളായിട്ട് ചെയ്തിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യാണ്. നമ്മുടെ ചാന്ത് പൊട്ട് സിനിമയിലെ ക്യാരക്ടർ കിട്ടില്ല ക്യാരക്ടർ കൊമ്പൻകുമാരൻ. അപ്പൊ ലാൽ സാറ് വരുമ്പോ പുള്ളിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒന്നവിടെ നിന്നേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായ? എവിടെ നിന്ന് മനസ്സിലാക്കാൻ? അന്ന് എനിക്ക് 13-14 പ്രായം. ഇപ്പൊ വളർന്നങ്ങ് മോറൊക്കെ അങ്ങോട്ട് മാറിയില്ലേ? അന്ന് തന്റെ പരാക്രമത്തിച്ചത്ത് എൻ്റെ അപ്പനാ. എൻ്റെ അപ്പം മരിച്ചപ്പോൾ എൻ്റെ കുടുംബം പട്ടിണി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുവൻ പട്ടിണി. പട്ടിണി സഹിക്കാണ്ടായപ്പോൾ എൻ്റെ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തിൻ്റെ ഒപ്പം പുറത്തേക്ക് പോയി. ഞാൻ ഈ തുറ വിട്ടു പോയില്ല. തമ്മി തല്ലി വളർത്തി എന്ന് പറയുന്നത് വളർന്നു. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഇതുമൂലം നിങ്ങൾ മുന്നേ ഒന്ന് വന്ന് നിൽക്കാൻ. എനിക്ക് പ്രാന്ത് കയറുണ്ട്. വേഗം പൊയ്ക്കോ. അങ്ങനെ വോയിസ് ചിലപ്പോൾ പക്കയായിട്ടുണ്ടാവില്ല, പ്രാക്ടീസിന് കുറവാണ്. ക്ഷമിക്കുക. പിന്നെ മിമിക്രിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നുണ്ട് മിമിക്രിയില്. അതായത് ഇപ്പൊ മോർഫിങ്, ഒരു സൗണ്ടിൽ നിന്ന് വേറെ സൗണ്ടിലേക്ക്, അങ്ങനത്തെ എന്തെങ്കിലും ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. അതെന്താ സംഭവം? അത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സച്ചിൻ, ക്രിക്കറ്റ് സച്ചിൻ സാറും ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയ സിദ്ദിഖ് സാറിന്റെ അതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാം. ഇതൊക്കെ സത്യമായിട്ട് പറയാം കേട്ടോ. അഞ്ജിത് വന്ന പിന്നെയാണ് നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത്. Well, when I was 16, I started play for India. Saurav, Kambli, Rahul, we played well. ഞാനും കലാഭവൻ അൻസാറും ലാലും ചേർന്ന് കലാഭവനിൽ മിമിക്രി ആരംഭിച്ചു. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ആ ബെലച്ചനാണ് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ട്. ഇങ്ങനൊരു സംഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. സച്ചിൻ സിദ്ദിഖ് കൊള്ളാം. കാരണം ആ ഒരു കൊള്ളാം. കാരണം ഇത്ര സിമിലാരിറ്റി ഉണ്ടായിരുന്നല്ലേ ആ സൗണ്ടുകളൊന്നുമില്ലേ? അങ്ങനെ കുറെ സിമിലാരിറ്റി ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ. നമ്മള് പരീക്ഷിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് മൊത്തം വെറുതെ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ചെയ്യുന്ന ഞാൻ നേരത്തെ ചോദിച്ച ശശികലിംഗ നമ്മൾ എടുത്തില്ല, നമ്മൾ പറഞ്ഞു പോയുള്ളൂ. ഞാൻ ഈ മിമിക്രി ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ പേര് പറഞ്ഞൊക്കെ തന്നെയാണുള്ളൂ ചെയ്യുക. അടുത്തായിട്ട് ഞാൻ എന്നെ ചെയ്യുന്നു. ഞാൻ എന്നിട്ട് ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഇനി അടുത്തൊരാളുടെ ശബ്ദം ചെയ്യുക, നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കൈയടിക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റവും ധൈര്യമായിട്ട് ചെയ്യുന്ന അതെ, അതങ്ങനെ ഒരു ധൈര്യം ഉള്ളിലുള്ളതാണ് ചെയ്യുക. അപ്പോ ശശികലിംഗ സാർ, എന്നോട് ഞാൻ പച്ചക്കോളനെ ചുമന്ന് പത്തി പിടിപ്പിച്ച പാർട്ടി വേ ഷർട്ടെടുക്കാനല്ലേ പറഞ്ഞത്. ഇത് നല്ല മഴാനാ, കോടമ്പുളിയിട്ട് ഞാൻ കാലക്കും. അതെന്താ വെച്ചാ അത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ മൈക്കില്ലല്ലോ, നമ്മളെ ഫേസ് കാണൂല്ലോ. അപ്പൊ കോടമ്പുളിയിട്ട് വെച്ചാൽ കലക്കും. പുറത്ത് എന്റെ ഫേസ് കാണിച്ചിട്ട് കാണിക്കാൻ. അത് കൊള്ളാം. പിന്നെ ഭയങ്കര കട്ടിയുള്ളത് എടുത്ത് ഞാൻ കണ്ടേക്കുന്നത് രഞ്ജിത്ത് സാറിന്റെ. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറിന്റെ. അതൊരു അഭിമാനത്തോടു കൂടി പറയാട്ടോ. അത് സുരേട്ടനും വേദിയിൽ വെച്ചിട്ട് പിന്നീട് കണ്ടപ്പോഴൊക്കെ ആളും പറഞ്ഞിട്ടുണ്ട് സുരേട്ടന് ഒരു വോയിസ് മീൻസ് സുരേട്ടൻ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇതുപോലെ മനോരമയില് വെച്ചിട്ട് ഞാൻ മിമിക്രി ചെയ്തപ്പോഴത്തേക്കും രഞ്ജിത്ത് സാറിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ എടാ എനിക്കതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ട് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്ത് ചേട്ടൻ അത് പഠിച്ചു. എന്നെക്കായും ഭംഗിയായിട്ട് അത് ചെയ്തു. നമ്മുടെ മോഹൻ, നിങ്ങളൊരു നടനാണ്. പിന്നെ ഞാൻ ആ ഡയലോഗ് മാറ്റി. ഞാൻ ചെയ്യണത് അല്ല അങ്ങനല്ല, അതിപ്പോ അതിനുശേഷം ഞാൻ ചെയ്താലും ഇത് സുരേട്ടൻ ചെയ്യണല്ലെന്ന് ആൾക്കാർ പറയുള്ളൂ, കോപ്പി അടിച്ചല്ലെന്ന്. ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഞാൻ ചെയ്യണത് നമ്മുടെ സാർ എന്നെ ചെയ്ത പടം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന പടത്തില് ആ സെയിന്റിന്റെ ശബ്ദം ഡബ് ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് സാറാണ്. അപ്പൊ അത് ഒന്ന് ഞാൻ എടാ പ്രാഞ്ചി, ഹരിപ്രാഞ്ചി, ചെറമേ ലീനാശുവിന്റെ മോൻ പ്രാഞ്ചിയേട്ടാ. നിങ്ങളെ മലയാളികള് ഓസിന്റെ അനുഗ്രഹം ലഭിക്കാച്ച ആരുടെ കാലം വീണാൻ തയ്യാറായിട്ടുള്ളവരാണ്. വേളങ്കണ്ണിക്കോ ഗുരുവായൂർക്കോ തൊഴാൻ പോണ സുഹൃത്തിനോട് എന്റെയും കൂടെ കാര്യം പറയണ ഗഡി എന്ന് പറയണ ചിങ്ങണ്ണോളല്ലേ. ചെല്ലടാ പോയിട്ട് വാ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. ഓക്കെ, നമ്മള് രഞ്ജിത്ത് സാറിനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഈ മോഡുലേഷൻ ഒരു സെയിന്റിന്റെ ഒരു ഇതിലൊക്കെ എടുക്കുമെന്ന് ഞാൻ ഫസ്റ്റ് ഒക്കെ അടുത്ത്. അപ്പോ ഒരുപാട് കലാകാർ ഇനി വരുന്നുണ്ട്, അവരോടായിട്ട് എന്താ പറയാറുള്ളത്? അവരോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നമ്മളെല്ലാം പുറകിലോട്ട് പോകുന്നൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓൾവേസ് പ്രാക്ടീസ്, എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.
പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആകുമ്പോൾ നമ്മൾ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും, കൂടുതൽ റീച്ചിലോട്ട് എത്തും. അത്രയൊക്കെ തന്നെ പറയാം. അപ്പോൾ എന്തായാലും നല്ലൊരു അതൊരു ഫോർമൽ സെഷൻ ആയിരുന്നില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒരിക്കലും ഇതൊരു ക്യാമറ ഇങ്ങനെ വെച്ചതുകൊണ്ട് മാത്രം എടുത്ത് നോക്കുകയാണ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നതാണ്. ശരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ എന്നൊന്നും പറയുന്നില്ല, ഒരു നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക്, അതാണ് എനിക്ക് ഇഷ്ടം പറയാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ കലാകാരെ നമ്മൾ ഒരു സ്റ്റേജിലൊരു പെർഫോമൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ആ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് വന്നത് വലിയൊരു ഹാർഡ് വർക്കിന്റെ ഫലമായിരിക്കും. അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ ഒരു ഫ്രെയിം ഇട്ടിട്ട് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഈ ഒരു ചാനലിൽ കൂടെ എനിക്കൊരു ഇപ്പൊ പറഞ്ഞതിന്റെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഞങ്ങൾ ആങ്കേഴ്സ് ആയതുകൊണ്ടും അല്ലെങ്കിൽ പ്രൊഫഷണലി ഷോസ് ചെയ്യുന്ന ആളുകളൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പ്രോഗ്രാമിന്റെ റേറ്റ് ചോദിച്ച് വിളിക്കുന്ന ആളുകളുണ്ട്. മീൻസ് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കമ്മിറ്റിക്കാർ ആവാം, സ്പോൺസേഴ്സ് ആവാം. അപ്പോൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നമ്മളൊരു റേറ്റ് പറയുന്നു, അപ്പോൾ അവർ പറയും അയ്യോ ഇത്രയും റേറ്റാ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ റേറ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന വർഷങ്ങൾ ആയിട്ട് എടുക്കുന്ന ഒരു എഫോർട്ട് ഉണ്ട്. നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഓരോ വേദികളിൽ നിന്ന് നമ്മൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് നാലുകാലിൽ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്, വീഴാൻ പറ്റുന്നത്, എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു കൂലിയാണ് നമ്മൾ പറയുന്നത്. അതൊരിക്കലും കൂടുതലായിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ ഞങ്ങൾ എല്ലാ കലാകാരന്മാരും ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പയ്യെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം രചേട്ടാ. ഇനിയും ഒരുപാട് കലാകാരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാനും ഒരുപാട് സ്റ്റേജ് ഷോസും സിനിമയും ഹിറ്റാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാകുകയാണ്. ഇനി ഇതുപോലൊരു ആർട്ടിസ്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.